ഇന്നത്തെ വീഡിയോയിൽ ചേരമാൻ പെരുമാളുടെ രാജ്യവിഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഹരിശ്ചന്ദ്ര പെരുമാളുടെ കാലത്തിന് ഒരു നൂറ്റാണ്ടോളം മുമ്പ് തന്നെ കൊങ്ങുനാട് ചേര സാമ്രാജ്യത്തിൽ നിന്ന് വിട്ട് സ്വതന്ത്ര രാജ്യമായി തീർന്നിരുന്നു. കുന്താപുരത്ത് നിന്ന് വടക്കോട്ടുള്ള ഭാഗം ചാലൂക്യ രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു. അതിനാൽ പെരുമാൾ വാഴ്ചയുടെ അവസാന കാലത്ത് ചേര രാജ്യം കന്യാകുമാരി മുതൽ കുന്താപുരം വരെ ആയി തീർന്നു. ചേരമാൻ പെരുമാൾ തൻ്റെ കീഴിലുള്ള ഓരോ സാമന്ത രാജാക്കന്മാർക്കും പിൽക്കാലത്ത് അതാത് രാജ്യത്തിൻ്റെ പൂർണ്ണാധികാരം അനുവദിച്ച് ഭാഗിച്ചു കൊടുത്തിരുന്നു. ഇങ്ങനെ ചെയ്യാൻ പ്രത്യേക ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. കർമ്മപ്രധാനമായ മീമാംസക മതം ഭാരതത്തിൽ പ്രാബല്യത്തിൽ വന്നതോടുകൂടി കേരളത്തിലെയും ചോള പാണ്ഡ്യ രാജ്യങ്ങളിലെയും ജനങ്ങളുടെ മത ആചാരങ്ങൾക്ക് ചില വ്യത്യാസങ്ങളുണ്ടായി. അത് കാരണം ഇങ്ങനെയുള്ള ദേശങ്ങളിൽ ഉള്ളവരുമായിട്ടുള്ള വിവാഹബന്ധം രണ്ടു കൂട്ടർക്കും സമ്മതമില്ലാതെയായി. ഈ കാരണം കൊണ്ട് ചോള പാണ്ഡ്യ രാജകുടുംബങ്ങളിൽ നിന്ന് പെരുമാൾക്ക് വിവാഹം ചെയ്യുന്നതിനും അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരിയെ ആ രാജകുടുംബങ്ങളിലേക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനും തടസ്സമുണ്ടായി. മതത്തിൻ്റെ സർവ്വ അധികാരവും അക്കാലത്ത് നേടിക്കഴിഞ്ഞിരുന്ന കേരള ബ്രാഹ്മണരും രാജകുടുംബത്തിന് പരദേശികളോടുള്ള ആ ബന്ധം തുടർന്നു പോകുന്നതിൽ എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തൻ്റെ സഹോദരിയായ രാജകുമാരിയെ ഒരു കേരള ബ്രാഹ്മണനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയാണ് ചേരമാൻ പെരുമാൾ ചെയ്തത്. ഗംഗാധര ലക്ഷ്മി എന്നു പേരായ ആ രാജ്ഞിക്കുണ്ടാകുന്ന പുത്രന് ഏതെങ്കിലും രാജ്യത്തിൻ്റെ അവകാശം കിട്ടാതിരിക്കുന്നത് അതുവരെയുള്ള രീതി അനുസരിച്ച് നോക്കുമ്പോൾ സഹോദരിക്ക് വിഷമമായി തീരുകയും പൊതുജനങ്ങൾക്ക് ആ രീതി തൃപ്തികരമായിരിക്കയില്ലെന്നും മനസ്സിലാക്കിയ പെരുമാൾ അതിന് പരിഹാരമായി താൻ സ്വന്തമായി ഭരിക്കുന്ന രാജ്യഭാഗത്തിൻ്റെ അധികാരം മരുമകന് കൊടുത്തു വാഴിക്കാൻ തീരുമാനിച്ചു. കേരളത്തിലെ മറ്റ് ചില രാജാക്കന്മാർ ചെയ്യുന്നത് പോലെ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരവും മേലിൽ മരുമക്കത്തായം അനുസരിച്ചായിരിക്കുന്നതാണെന്നും നിശ്ചയിച്ചിരുന്നു. ആ ഏർപ്പാടുകൾക്ക് തടസ്സം വരാതിരിക്കുന്നതിനായി മുമ്പ് പെരുമാക്കന്മാരുടെ അനുജന്മാർ ആചരിച്ചു വന്നതുപോലെ സംബന്ധ മര്യാദ അനുസരിച്ച് ഒരു നായർ സ്ത്രീയെയാണ് പെരുമാൾ വിവാഹം ചെയ്തത്. വാർദ്ധക്യമായപ്പോൾ വീരകേരളവർമ്മൻ എന്നു പേരായ മരുമകനെ രാജ്യഭാരം ഏൽപ്പിച്ച് ശേഷമുള്ള കാലം ഈശ്വരഭജനം ചെയ്തുകൊണ്ട് കഴിച്ചു കൂട്ടുവാൻ അദ്ദേഹം തീരുമാനിച്ചു. കേരള ചക്രവർത്തിയായ പെരുമാൾ കീഴ്നടപ്പില്ലാതെ പുതുതായി തൻ്റെ മരുമകനെ രാജാവാക്കുന്നതിൽ തൻ്റെ കീഴിലുള്ള സാമന്ത രാജാക്കന്മാർക്ക് യാതൊരു വിരോധവും ഉണ്ടാകാതിരിക്കുവാനുള്ള ഉത്തമ മാർഗം ആ രാജാക്കന്മാർക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയാണെന്ന് ബുദ്ധിമാനായ അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഓരോ സാമന്ത രാജാക്കന്മാർക്കും അവരവരുടെ രാജ്യത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയത്. പെരുമാളുടെ ഔദാര്യത്താൽ സന്തോഷവും ഭക്തിയും വർദ്ധിച്ച ആ രാജാക്കന്മാരുടെ സമ്മതത്തോടുകൂടി അവരെയും പ്രജകളിൽ പ്രധാനപ്പെട്ടവരെയും മറ്റും സാക്ഷികളാക്കി ചേരമാൻ പെരുമാൾ തൻ്റെ കിരീടം മരുമകനായ വീരകേരളവർമ്മനെ ധരിപ്പിച്ചു. ശ്രീ ഗംഗാധര വീരകേരള തൃക്കോവിൽ അധികാരികൾ എന്ന സ്ഥാനപ്പേരും കൽപ്പിച്ചു കൊടുത്ത് തൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയായി വാഴിക്കുകയും ചെയ്തു. അതിനുശേഷം പെരുമാൾ തൻ്റെ പുത്രനെ ഏറനാട് എന്ന പ്രദേശത്തെ രാജാവായി വാഴിച്ചു. കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമായ ഈ സംഭവം നടന്നത് ക്രിസ്തു വർഷം 7-ാം നൂറ്റാണ്ടിനും കലിവർഷം 38-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണ്. രാജ്യഭാരം ഒഴിഞ്ഞ ശേഷം പെരുമാൾ ഒരു സന്യാസിയുടെ നിലയിൽ രാജധാനിയിൽ തന്നെ കുറച്ചു കാലം താമസിക്കുകയും 100-ാമത്തെ വയസ്സിൽ പരലോകം പ്രാപിക്കുകയും ചെയ്തു. ഈ പെരുമാളുടെ സ്മാരകമായി തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ഇപ്പോഴും ഒരു പ്രതിമ വെച്ച് പൂജിക്കുന്നുണ്ട്. ചേരമാൻ പെരുമാൾ ഓരോ രാജാക്കന്മാർക്കും രാജ്യം വിഭജിച്ച് സ്വാതന്ത്ര്യം കൊടുത്ത കാലത്തിന് ഏകദേശം 2 നൂറ്റാണ്ട് മുമ്പ് തൊട്ടേ കേരളത്തിലെ ജനസമുദായ സ്ഥിതിക്ക് പല മാറ്റങ്ങളും ഉണ്ടായി തുടങ്ങിയിരുന്നല്ലോ. മീമാംസക മതം പടർന്നതോടുകൂടി ഓരോ തരത്തിലുള്ള കർമ്മങ്ങൾക്കും പല വിധത്തിലും ഉത്കർഷവും അപകർഷവും കൽപ്പിക്കുകയും ആ വക കർമ്മങ്ങൾ ഓരോന്നും കുലത്തൊഴിലായി സ്വീകരിച്ചിട്ടുള്ളവരെ കർമ്മങ്ങളുടെ തരം പോലെ മേൽക്കീഴ് ജാതികളായി കരുതി വരികയും ചെയ്തു. ഓരോരോ അവസരങ്ങളിൽ ബുദ്ധമതം ഉപേക്ഷിച്ച് മീമാംസക മതത്തിൽ ചേർന്നിട്ടുള്ളവരും തരം പോലെ ഓരോ
ജാതികളായി തീർന്നു. ബുദ്ധമതത്തെ വളരെ നികൃഷ്ടമായി കരുതുകയും കാലക്രമത്തിൽ മധ്യ കേരളത്തിൽ ആ മതം ഇല്ലാതാവുകയും ചെയ്തു. ബുദ്ധവിഹാരങ്ങൾ പലതും മീമാംസക മതം അനുസരിച്ചുള്ള ഓരോരോ ദേവന്മാരുടെ ക്ഷേത്രങ്ങളായി തീർന്നു. അതിനു പുറമെ ധനപ്രാബല്യവും അധികാര പ്രാബല്യവും അനുസരിച്ചും പല ജാതികളുണ്ടായി. മുൻകാലങ്ങളിൽ ആര്യാവർത്തത്തിൽ മാത്രം ഉണ്ടായിരുന്നതും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇങ്ങനെ 4 വകയായിട്ടുള്ളതുമായ പ്രധാന ജാതിഭേദങ്ങളുടെ ഒരു സാദൃശ്യം വരുത്തുവാനായി നായന്മാരെല്ലാവരും ശൂദ്രവർഗത്തിൽപ്പെട്ടവരാണെന്ന് പൊതുവായി നിശ്ചയിച്ചു. ആ നായന്മാരിൽപ്പെട്ട ഒരു അവാന്തര വർഗത്തിന് പ്രത്യേകം ശൂദ്രജാതി എന്ന ജാതിപ്പേര് കൊടുത്തു. അവർക്കു മാത്രമേ ബ്രാഹ്മണരുടെ ചില മതകർമ്മങ്ങൾ നടത്തുവാൻ അധികാരമുള്ളൂവെന്നും ഓരോരോ ബ്രാഹ്മണ ഗ്രഹങ്ങളിലേക്ക് പരിചയപ്പെട്ടവരാണ് അവരെ എന്നും നിശ്ചയിച്ചു. വൈശ്യന്മാർ കേരളത്തിൽ വേണ്ടെന്നു വെച്ചുവെങ്കിലും നായന്മാർക്കും ക്ഷത്രിയർക്കും ഇടയ്ക്കുള്ള ചില അവാന്തര ജാതിക്കാർ വൈശ്യന്മാരുടെ ചില ആചാരങ്ങളാണ് ആചരിച്ചിരുന്നത്. ചേരമാൻ പെരുമാൾ സ്വാതന്ത്ര്യം കൊടുത്ത അന്നത്തെ സാമന്ത രാജാക്കന്മാരിൽ പ്രധാനപ്പെട്ടവർ തുളുനാട്, കോലനാട്, കോട്ടയം, കുറുമ്പറനാട്, പോലനാട്, ഏറനാട്, വള്ളുവനാട്, നെടുമ്പുവൂർ നാട്, കുട്ടനാട്, ചാവകനാട്, വെൺപലനാട്, ഓടനാട്, വേണാട് ഇങ്ങനെ 13 നാട്ടിലെ രാജാക്കന്മാരായിരുന്നു. അവർക്കു പുറമെ ക്ഷത്രിയരും സാമന്ത ജാതിക്കാരും നായന്മാരും ഉൾപ്പെട്ട 300ഓളം നാടുവാഴികൾക്കും അവരവരുടെ ചെറിയ രാജ്യങ്ങൾ സ്വാതന്ത്ര്യത്തോടുകൂടി വിട്ടുകൊടുത്തിരുന്നു. അതിൽ പെരുമാൾ തന്നെത്താൻ ഭരിച്ചിരുന്നതും മുൻകാലത്ത് കുട്ടനാട് എന്ന പേരുണ്ടായിരുന്നതുമായ മധ്യ കേരളമാണ് സ്വന്തം മരുമകനും കൊടുത്തു വാഴിച്ചത്.